വീട് ഡിസൈൻ ചെയ്യുമ്പോൾ സ്ട്രക്ചറലി അല്ലാതെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. അതെല്ലാം സ്വന്തം വീട്ടിൽ പരീക്ഷിച്ച് ഓവർകം ചെയ്ത ഒരു ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിൽ ഇൻബിൽറ്റ് സോഫയാണ് ചെയ്തിട്ടുള്ളത്. ലാറ്ററൈറ്റ് വെച്ചിട്ടും കോൺക്രീറ്റ് വെച്ചിട്ടുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബേ വിൻഡോ പർപ്പസും കൂടി ഈ സോഫ ഏരിയ ചെയ്യുന്നുണ്ട്. ഈ ഡബിൾ ഹൈറ്റ് സ്പേസിന് സപ്പോർട്ടായി നമ്മൾ സാധാരണ കോൺക്രീറ്റ് പില്ലേഴ്സാണ് കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഐ സെക്ഷനാണ്. ഈ ടോട്ടൽ റൂഫ് ഏരിയനെ ലോഡ് താങ്ങുന്നത് ഈ ഒരു ഐ സെക്ഷനാണ്. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ ലിവിംഗിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ലെങ്തി വരാന്ത. ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എന്നുള്ള സെപ്പറേഷൻ ഫീൽ ചെയ്യാതിരിക്കാനാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഡയറക്റ്റ് വിസിബിലിറ്റിയും ഈസി കമ്മ്യൂണിക്കേഷനും നമുക്ക് ലഭിക്കും. വരാന്ത സ്പേസിൻ്റെ സീലിംഗ് ഏരിയ പുറത്തും ബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ 4 സൈഡിലേക്കും ക്രോസ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡബിൾ സ്പേസിൽ ഹോട്ട് എയർ പുറന്തള്ളാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് ടൈപ്പ് വെന്റിലേഷൻ സിസ്റ്റങ്ങൾ ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാൾസ് കുറവായതുകൊണ്ട് മാക്സിമം വയറിംഗ് ഒക്കെ ഫ്ലോർ കൂടെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രൗണ്ടിനെയും ഫസ്റ്റിനെയും കണക്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫ്ലൈറ്റ് മെറ്റൽ സ്റ്റെയർ ആണ്. ഈ കാണുന്ന സ്പേസ് സ്റ്റെയറിന് അടിയിലുള്ള കോർട്ട്യാർഡ് സ്പേസ് ആണ്. ഇവിടെ ലെങ്തി സീറ്റിംഗ് സ്പേസും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡിനെ ഫേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കോൺക്രീറ്റ് ഏരിയാസ് എല്ലാം ലിൻഡൽ ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യും.